വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് ടോപ്പിക് വൈസിലുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്ലാസ് ടോപ്പിക് വൈസ് ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വള്ളത്തോൾ അവാർഡാണ്. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം ക്ലാസ് കേൾക്കാത്ത കുട്ടികൾക്ക് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ഇന്ന് വള്ളത്തോൾ പുരസ്കാരം നമ്മൾ പറയണേ, വള്ളത്തോളിനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. കേരള വാത്മീകി എന്ന പേരിൽ അദ്ദേഹം പ്രശസ്തനാണ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ എന്ന പേരിൽ വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് വള്ളത്തോൾ അല്ലെ. അപ്പൊ ഈ വള്ളത്തോൾ നാരായണ മേനോന്റെ പേരില് അന്തരിച്ച പ്രശസ്ത മലയാള കവി വള്ളത്തോൾ നാരായണ മേനോന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരത്തിന്റെ പേരാണ് വള്ളത്തോൾ അവാർഡ്. അങ്ങനെ ഒരു ഡെഫിനേഷൻ ഒക്കെ നമുക്ക് വള്ളത്തോൾ അവാർഡിനെ കുറിച്ച് പറയാം അല്ലെ. വള്ളത്തോൾ പുരസ്കാരം ആരാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളത്തോൾ സാഹിത്യ സമിതിയാണ്. അപ്പൊ വള്ളത്തോൾ സാഹിത്യ സമിതി ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരത്തിന്റെ പേരാണ് വള്ളത്തോൾ അവാർഡ്. വള്ളത്തോൾ അവാർഡ് നൽകി തുടങ്ങിയ വർഷം അല്ലെങ്കിൽ ഏർപ്പെടുത്തിയ വർഷം 1991. അപ്പൊ 1991 മുതലാണ് വള്ളത്തോൾ അവാർഡ് നൽകി തുടങ്ങിയത്. വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയത് വള്ളത്തോൾ സാഹിത്യ സമിതിയാണ്. വള്ളത്തോൾ അവാർഡിന്റെ സമ്മാന തുക എത്രയാണ്? 1,11,111 രൂപയാണ്. പഠിക്കാൻ എളുപ്പമാണ്. 1 ഇട്ടാ മതി. 1,11,111 1,11,111 രൂപ. അപ്പൊ 1991 വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയത്. അന്ന് തൊട്ടാണ് വള്ളത്തോൾ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. അന്തരിച്ച പ്രശസ്ത മലയാള കവി വള്ളത്തോൾ നാരായണ മേനോന്റെ പേരിലാണ് നമ്മൾ ഈ അവാർഡ് കൊടുക്കുന്നത്. സമ്മാന തുക 1,11,111 രൂപയാണ്. ആദ്യമായി വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് 1991 പാല നാരായണൻ നായർക്കാണ്. അപ്പൊ ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം നേടിയ വ്യക്തി പാല നാരായണൻ നായർ. ആരാണ്? പാല നാരായണൻ നായർ. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വർഷം 1991 എന്ന് ഓർക്കണം. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളും കൂടെ നമ്മൾ പഠിക്കണം. ഒന്ന്, കേരളം വളരുന്നു എന്ന പ്രശസ്തമായ കൃതി രചിച്ചതാരാണ്? ആരാണ്? പാല നാരായണൻ നായർ. അപ്പൊ പാല നാരായണൻ നായരുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയുടെ പേരെന്താണ്? കേരളം വളരുന്നു എന്നതാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട വേറൊരു ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറിയും പാല നാരായണൻ നായരാണ്. അപ്പൊ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി പാല നാരായണൻ നായർ, കേരളം വളരുന്നു എന്ന പ്രശസ്തമായിട്ടുള്ള കൃതി രചിച്ചത് പാല നാരായണൻ നായർ. 1991 ആദ്യത്തെ വള്ളത്തോൾ അവാർഡ് നേടിയത് പാല നാരായണൻ നായർ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ അല്ലെ. ഇനി അപ്പൊ നമ്മൾ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് പാല നാരായണൻ നായർ എന്ന് പഠിച്ചു. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? സർദാർ KM പണിക്കരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റിന്റെ പേരെന്താണ്? സർദാർ KM പണിക്കർ എന്നാണ്. ഇനി രണ്ടാമത് വള്ളത്തോൾ അവാർഡ് ആരാ നേടിയത്? രണ്ടാമത്തെ വള്ളത്തോൾ അവാർഡ് നേടിയത് ശൂരനാട് കുഞ്ഞമ്പിള്ളയാണ്. രണ്ടാമത്തെ വള്ളത്തോൾ അവാർഡ് 1992 നേടിയത് ആരാണ്? ശൂരനാട് കുഞ്ഞമ്പിള്ള. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ പഠിച്ചു. ആദ്യ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ശൂരനാട് കുഞ്ഞമ്പിള്ള അല്ലെ. പഠിച്ചതാണ്. ശൂരനാട് കുഞ്ഞമ്പിള്ളയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളന്ന് പഠിക്കാൻ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത്രയും മാത്രം പഠിക്കുക. രണ്ടാമത്തെ വള്ളത്തോൾ അവാർഡ് നേടിയത് ശൂരനാട് കുഞ്ഞമ്പിള്ള. ആദ്യത്തെ എഴുത്തച്ഛനും ശൂരനാട് കുഞ്ഞമ്പിള്ള തന്നെയാണ് കിട്ടിയത് അല്ലെ. ഇനി ആദ്യത്തെ വള്ളത്തോൾ അവാർഡ് ആദ്യമായിട്ട് കിട്ടിയ വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലാമണിയമ്മ. ആദ്യമായി വള്ളത്തോൾ അവാർഡ് നേടിയ വനിത ബാലാമണിയമ്മയാണ്. 1993 ആദ്യമായി വള്ളത്തോൾ അവാർഡ് നേടിയ വനിത ബാലാമണിയമ്മ. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വനിത ബാലാമണിയമ്മ. അത് നമ്മൾ പഠിച്ചതല്ലേ. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയ വനിത ബാലാമണിയമ്മ. അതുപോലെ തന്നെ ആദ്യമായി വള്ളത്തോൾ അവാർഡ് നേടിയ വനിത ബാലാമണിയമ്മ അല്ലെ.
ഇനി അടുത്തത് 2017 തൊട്ടുള്ളത് നമുക്ക് പഠിക്കാം. അപ്പൊ എന്തിനാ ഈ 2025 17 തൊട്ടുള്ളത് പഠിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 വരെയുള്ള വള്ളത്തോൾ അവാർഡേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അപ്പൊ 17, 18, 19 വർഷങ്ങളിൽ ആർക്കൊക്കെ കിട്ടി, 3 വർഷത്തെ നമ്മൾ എപ്പോഴും ഇങ്ങനെ അവാർഡുകൾ പഠിച്ചു വെക്കണം. അപ്പൊ അതുകൊണ്ട് 2017 കിട്ടിയത് ഓർക്കുക. 2017 വള്ളത്തോൾ അവാർഡ് നേടിയത് പ്രഭാവർമ്മയാണ്. ആരാണ്? പ്രഭാവർമ്മ. അപ്പൊ 2017 വള്ളത്തോൾ അവാർഡ് നേടിയത് ആരാണ്? പ്രഭാവർമ്മ. പ്രഭാവർമ്മയെ കുറിച്ച് പറയുമ്പോൾ PSCക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. എന്താണ്? ശ്യാമമാധവം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? അപ്പൊ ശ്യാമമാധവം ആരുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ്? പ്രഭാവർമ്മയുടെ കൃതിയാണ്. ഇനി പ്രഭാവർമ്മയ്ക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്തിനാ പറയാ? ശ്യാമമാധവം. അപ്പൊ പ്രഭാവർമ്മയ്ക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ശ്യാമമാധവം. ശ്യാമമാധവം എന്ന പ്രധാനപ്പെട്ട കൃതി രചിച്ച ആള് പ്രഭാവർമ്മ. 2017 വള്ളത്തോൾ അവാർഡ് നേടിയത് ആരാണ്? പ്രഭാവർമ്മയാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് 2018 നേടിയത്, 2018 വള്ളത്തോൾ അവാർഡ് നേടിയത് M മുകുന്ദനാണ്. 2018 വള്ളത്തോൾ അവാർഡ് നേടിയത് ആരാണ്? M മുകുന്ദനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ആര്? M മുകുന്ദൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കൃതി തന്നെയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. എന്താണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. എത്ര പ്രാവശ്യവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയുമെങ്കിലും പിന്നെയും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ദാസനാണ്. ആരാണ് കേന്ദ്ര കഥാപാത്രം? ദാസനാണ് കേട്ടോ. അപ്പൊ EMSനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു മലയാളം നോവൽ ഉണ്ട് അല്ലെ? EMSനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള മലയാളം നോവൽ രചിച്ചത്, മലയാള നോവൽ ഏതാണ്? കേശവന്റെ വിലാപങ്ങൾ. ആരാ രചിച്ചത്? അതും രചിച്ചത് M മുകുന്ദനാണ്. അപ്പോ EMSനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള മലയാളം നോവൽ ഏതാണ്? കേശവന്റെ വിലാപങ്ങൾ. രചിച്ചത് മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദൻ. ഇനി M മുകുന്ദന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ. M മുകുന്ദന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ആരാണ്? ഏതാണ്? കേശവന്റെ വിലാപങ്ങളാണ്. ഈ കേശവന്റെ വിലാപങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ അപ്പുകുട്ടൻ, അതായത് EMS ആയിട്ട് ആ കേന്ദ്ര കഥാപാത്രത്തെ നമ്മൾ വിളിക്കുന്നത്, ആ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരെന്താണ്? അപ്പുക്കുട്ടൻ എന്നാണ്. അപ്പൊ കേശവന്റെ വിലാപങ്ങളിലെ കേന്ദ്ര കഥാപാത്രം അപ്പുക്കുട്ടനാണ്. അത് ആരാണ്? ശരിക്ക് EMS ആണ്. EMSനെ കേന്ദ്ര കഥാപാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേശവന്റെ വിലാപങ്ങൾ. അപ്പൊ വയലാർ അവാർഡ് നേടിക്കൊടുത്ത M മുകുന്ദന് നേടിക്കൊടുത്ത കൃതിയാണ് ഏതെന്ന് പറയുന്നത്? കേശവന്റെ വിലാപങ്ങൾ എന്ന് പറയുന്നത്. ഇനി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ കേന്ദ്ര കഥാപാത്രം ഏതാണ്? ദാസനാണ് കേട്ടോ. ഇനി മലയാളത്തിൽ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? മലയാളത്തിൽ ആദ്യത്തെ സൈബർ നോവൽ? നൃത്താണ്. മലയാളത്തിൽ ആദ്യത്തെ സൈബർ നോവലായ നൃത്തവും ആരുടെയാണ്? M മുകുന്ദന്റെയാണ്. മലയാളത്തിൽ ആദ്യത്തെ സൈബർ നോവൽ എന്നറിയപ്പെടുന്ന നൃത്തം രചിച്ചത് M മുകുന്ദനാണ്. ഡൽഹി ഗാഥകൾ, ഹരിദ്വാറിൽ മണിമുഴങ്ങുമ്പോൾ തുടങ്ങിയവയൊക്കെ തന്നെ ആരുടെ കൃതികളിലാണ്? M മുകുന്ദന്റെ കൃതികളാണ് കേട്ടോ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ, എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങളത് ഭംഗിയായിട്ട് അഭിമുഖീകരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. 2019 ഇനി ആരാ വള്ളത്തോൾ അവാർഡ് നേടിയേ? പോൾ സക്രിയയാണ് കേട്ടോ. ഇപ്പൊ 2019 നേടിയത് പോൾ സക്രിയ. പോൾ സക്രിയയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇതാണ് എന്റെ പേര്. ഇതാണ് എന്റെ പേര്. പോൾ സക്രിയയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇതാണ് എന്റെ പേര്. പ്രധാന നോവലാണ്. മലയാളത്തിൽ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതാണ് എന്റെ പേര്. അപ്പൊ മലയാളത്തെ ആദ്യത്തെ ഓഡിയോ നോവലായ ഇതാണ് എന്റെ പേര് രചിച്ചത് പോൾ സക്രിയ. 2019 വയലാർ അവാർഡ് നേടിയത് പോൾ സക്രിയ. മലയാളത്തിൽ ആദ്യത്തെ ഓഡിയോ നോവലിന്റെ പേരെന്താണ്? ഇതാണ് എന്റെ പേര്. ഇതാണ് എന്റെ പേര് രചിച്ചത് ആരാണ്? പോൾ സക്രിയാണ്. കൂടാതെ തീവണ്ടിക്കൊള്ള, സലാം അമേരിക്ക, എന്തുണ്ട് പിലാത്തോസെ വിശേഷം, ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും, ഇതൊക്കെ തന്നെ പോൾ സക്രിയയുടെ കൃതിയാണ്. തീവണ്ടിക്കൊള്ള, സലാം അമേരിക്ക, എന്തുണ്ട് പിലാത്തോസെ വിശേഷം, ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും. ഈ ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും എന്ന് പറയുന്ന ഈ കൃതിയെ ബേസ് ചെയ്ത് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് വിധേയൻ.
ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും എന്ന് പറയുന്ന കൃതിയെ ബേസ് ചെയ്ത് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ് വിധേയൻ കേട്ടോ. അപ്പൊ ഇതുവരെ 2019 വരെയുള്ള വള്ളത്തോൾ അവാർഡേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ പഠിച്ചത്. ഒന്നും കൂടെ പറയാം, മഹാകവി വള്ളത്തോളിന്റെ പേരിൽ അല്ലെ വള്ളത്തോൾ സാഹിത്യ സമിതി 1991 മുതൽ ഏർപ്പെടുത്തിയ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം. 1,11,111 രൂപയാണ് ഇതിന്റെ പുരസ്കാര തുക. 1991 ആദ്യം നേടിയത് പാല നാരായണൻ നായർ, രണ്ടാമത് നേടിയത് ശൂരനാട് കുഞ്ഞമ്പിള്ള, ആദ്യം നേടിയ വനിത ബാലാമണിയമ്മ, 2017 നേടിയത് പ്രഭാവർമ്മ, 2018 നേടിയത് എം മുകുന്ദൻ, 2019 നേടിയത് പോൾ സക്കറിയ. അപ്പൊ നിങ്ങള് എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യനോ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനോ ഏത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് നമുക്ക് PSCയോട് പറയാൻ പാകത്തിൽ നമ്മൾ അത്രയും ഭംഗിയായിട്ട് വള്ളത്തോൾ അവാർഡ് പഠിച്ചു വെച്ചേക്കണു. അപ്പൊ എഴുത്തച്ഛൻ അവാർഡും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതുപോലെ. അത് പഠിക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ കാണാത്ത കുട്ടികൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ക്ലാസ് ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായിച്ചോ? ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.